അപ്പോൾ ഗുഡ് ഈവനിങ് ഗൈസ്. അപ്പോൾ ഞാനിന്ന് ഉച്ച വരെ ഷോപ്പിൽ പോയുള്ളൂ. ഉച്ച കഴിഞ്ഞ് സ്കൂൾ പി ടി ആയിരുന്നു, എല്ലാം മോൻ്റെ പി ടി ആയിരുന്നു. അപ്പോൾ അതിന് പോയിട്ട് വന്ന് കുറച്ച് ജോലിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ താമസിക്കുന്നിടത്തെ വീട്ടിലെ എന്നുവെച്ചാൽ ഒത്തിരി പ്രായമുള്ള ആളാണ് കേട്ടോ. അപ്പം എന്നോട് ചോദിച്ചു ചക്ക വേണ്ടായോ വേവിക്കാനെന്ന് ചോദിച്ചു. മുറ്റത്ത് ഇവിടെ തന്നെ പ്ലാവുണ്ട്. അപ്പം ഞാൻ പറഞ്ഞാൽ എടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ കൊച്ചു ചക്ക ഞാൻ ചെറിയ ഒരെണ്ണം മതി, കാരണം ഞാനും അച്ഛനും പിള്ളേരും എല്ലാം ഉള്ളു ഇപ്പം. അല്ലേ തന്നെ ചക്ക അധികം എനിക്ക് വേവിച്ചിട്ടുണ്ട് അത്ര താല്പര്യമില്ല. എനിക്ക് പഴുത്ത ചക്കയാണ് കൂടുതൽ ഇഷ്ടം. അച്ഛനൊക്കെ ഇഷ്ടമാണ്, പിള്ളേരും പിന്നെ കഴിക്കുന്ന കാര്യം വലിയ കണക്കാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചക്ക ഇട്ട് തന്നു. ഞാൻ ആ ചക്ക വേവിക്കാനുള്ള ഒരു പണിയിലാണ്. അപ്പോൾ നമുക്ക് ചക്ക വേവിക്കുന്നതിലോട്ട് കിടക്കാം. ഇതാണ് ആ പ്ലാവ്, ഇതിനാണ് ചക്ക ഇട്ട് തന്നത്. ചക്ക എത്തിയിട്ടുണ്ട്, അതാണ് പ്ലാവും ഒക്കെ. അപ്പോൾ അങ്ങനെ ചക്ക പൊളിച്ചെടുക്കാൻ പോവാണ് ഗൈസ്. ദേഷ്യമുള്ള ഒരു പരിപാടിയാണ്, പക്ഷേ ഇത് ചെയ്യാതിരിക്കാൻ വഴിയില്ല. നമുക്കൊരാൾ തരുമ്പോൾ നമ്മളത് ഉപയോഗിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ ആ പണിയിലോട്ട് കിടക്കട്ടെ, നമുക്കിനി അങ്ങോട്ട് പോവാം. അങ്ങനെ ചക്ക മുറിച്ചു ഒരു വീതം രണ്ടാക്കി. ഇതിനിടയ്ക്കൂടെ വെട്ടുകത്തി കണ്ടില്ല, പിന്നെ ഞാൻ പിച്ചാത്തി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അച്ഛൻ വിറക് വെട്ടിയിട്ട് വെട്ടത്തി എവിടെയോ കൊണ്ട് വെച്ചു. എന്തായാലും അച്ഛനോട് ഞാൻ പറഞ്ഞില്ല ചക്ക വേവിക്കുന്ന കാര്യം. ഇനി അച്ഛനൊരു സർപ്രൈസ് ആയിക്കോട്ടെ. പറഞ്ഞാലും പറയും വേവിക്കാൻ, എന്തായാലും പറയാതെ കൊടുക്കാം വൈകിട്ട് വരുമ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനെ രണ്ടാക്കിയിട്ടുണ്ട്, ബാക്കി പണിയിലോട്ട് പോവാം. അങ്ങനെ ചക്ക മുറിച്ചു, എല്ലാം ഒരു വീതമൊക്കെ ആക്കി ഗൈസ്. അക്കു ഒന്നിനെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു, അതുകൊണ്ട് ചക്ക പെട്ടെന്ന് ഒരു വിധമൊക്കെ പൊളിച്ചടുക്കി. പക്ഷെ ചക്കയ്ക്ക് അതൊരു 8ൻ്റെ പണി ചെയ്തു, കാരണം ചക്കക്കുരു അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കിട്ടും. ഞാൻ പറഞ്ഞു ഞാൻ ചക്കക്കുരുവിൻ്റെ കൂടെ ഇടണേ, പക്ഷെ ഫുൾ ചക്കക്കുരു ഇപ്പോൾ ഇതിൻ്റെ കൂടെ ആയി. ഇനി ഇതെല്ലാം ഞാൻ ഉള്ളിൽ പറക്കണം. കുറച്ചേ ഉള്ളൂ, കാരണം ഒരു മുറിയെ എടുത്തുള്ളൂ, ഞങ്ങൾക്ക് മാത്രം മതിയല്ലോ. അങ്ങനെ അക്കു ചക്കയും തേങ്ങയും എടുത്തെടുത്തു. തേങ്ങ പൊട്ടിച്ചത് ഇവിടെ നല്ല രസമായിട്ടാണ് പൊട്ടിച്ചത്, കാരണം പൊട്ടിച്ചതില്ല വേറെ രീതിയിലായിപ്പോയി തേങ്ങ പൊട്ടിച്ചത്. കാരണം വെട്ടാതെ കണ്ടില്ല. ഞാൻ പിന്നെ ലാസ്റ്റ് അറ്റകൈ പ്രയോഗം പറഞ്ഞ ചുറ്റിയിലെടുത്ത് 2 അടി അടിച്ചപ്പോൾ അത് ഇങ്ങനെയായിപ്പോയി ഗായ്സ്. എന്ത് ചെയ്യാനാ? അപ്പുറത്തുനിന്ന് വെട്ടത്ത് ചോദിക്കാന്ന് വെച്ചപ്പോൾ അവിടെ ആരുമില്ല. അല്ലെങ്കിൽ അവിടെ നിന്ന് മേടിക്കാനും. വെട്ടത്ത് എവിടെയോ അച്ഛൻ കൊണ്ട് വെച്ചേക്കുവാണ്, എവിടെയാന്ന് എനിക്കൊരു പിടുത്തവും ഇല്ല, ചോദിക്കാനും വയ്യ, സർപ്രൈസ് ആയതുകൊണ്ട്. അല്ലേ നോക്കൂ, ഇപ്പം എന്താ ചെയ്യുന്നു? പൊട്ടിയില്ലയോ ഒക്കത്തെ പോലെ തീരുമാനം. അപ്പം ഞങ്ങൾ ചക്ക വേവിയൊരു ചടങ്ങിലോട്ട് കിടക്കുകയാണ് ഗായ്സ്. പിന്നെ കാണാം. അരിഞ്ഞു ഒരു മാതിരി ആക്കിയിട്ടുണ്ട്, ബാക്കി പരിപാടിയിലോട്ട് പോവാം. ഇവിടെ ഇന്നലെ ഫ്രിഡ്ജിനകത്ത് കൊണ്ട് വെച്ച മത്തി, ഇനി ഇതിനെയും ശരിയാക്കണം. അടുത്ത ഘട്ടത്തിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ ചക്ക അടുപ്പിലായിട്ടുണ്ട്, ഇനി അതവിടെ ഇരുന്ന് വേവട്ടെ. മീൻ കറി വെക്കാനുള്ള എല്ലാം ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി മീൻ കറി വെക്കാനുള്ള എല്ലാം കലമൊക്കെ ഗ്യാസ് സെറ്റ് ചെയ്തു. എല്ലാം എന്താ പറയുന്നത്, കടുകൊക്കെ വറുത്തു, ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടു, പച്ചമുളക് ഇട്ടില്ല, അതുകൊണ്ട് ഇട്ട് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് വരാം. മീൻ വറക്കാൻ ഞാൻ 4 എടുത്തുള്ളൂ കേട്ടോ, കാരണം ഇവന്മാർക്ക് 2 കറി അത്ര താല്പര്യമില്ല, വറക്കുന്ന ഇഷ്ടം, അതുകൊണ്ട് ഞാൻ പുരട്ടി വെച്ചു. അപ്പോൾ നമുക്കിനി പുളിയിട്ട് പൊടിവകളെല്ലാം ഇട്ട് ചൂടാക്കിയിട്ട് പുളിയും ഇട്ട് നമുക്ക് അടച്ച് വെക്കാം. ഈ നേരത്തെ നമ്മുടെ ചക്കയ്ക്കുള്ള അരപ്പ് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. ഇടയ്ക്ക് അക്കു അത് അരപ്പ് റെഡിയായോ നോക്കിയിട്ട് അതിൻ്റെ കീഴിപ്പോൾ ടേസ്റ്റ് നോക്കാൻ നിൽക്കുക, എല്ലാത്തിൻ്റെ ഉപ്പ് നോക്കുന്നവനാ. അക്കു അപ്പോഴത്തേക്ക് മീൻ വറക്കാനുള്ള എല്ലാം വേണ്ടി സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചു. അക്കുവാണ് എൻ്റെ ഹെൽപ്പർ ഇന്നത്തെ. അങ്ങനെ ഞങ്ങളുടെ ചക്കയും മത്തിക്കറിയും മത്തി വറുത്തതൊക്കെ റെഡി ആയിട്ടുണ്ട് ഗ്യാസ്. ഇല്ലയോ? ഞങ്ങൾ തിന്നിട്ട് വരാം. ബൈ ബൈ പറ.